നമസ്കാരം. ഇന്ന് ലോകകപ്പ് ഫുട്ബോളിൻ്റെ നോക്കൗട്ട് ഘട്ടത്തിൽ കോങ്കോയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം ഒരു ഫുട്ബോൾ മത്സരത്തിനുമപ്പുറം ഒരു രാജ്യത്തിൻ്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായി മാറുകയാണ്. ആഗോള ഫുട്ബോളിലെ വൻ ശക്തികളായ ഇംഗ്ലണ്ടിനെ നേരിടാൻ കോങ്കോ ഒരുങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള ആഫ്രിക്കൻ ഫുട്ബോൾ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഈ ചരിത്ര മത്സരത്തിന് കമൻ്ററി പറയാൻ ലഭിച്ച അവസരം പോലും വൈകാരികമായ കാരണങ്ങളാൽ വേണ്ടെന്ന് വെച്ച മുൻ കോങ്കോ ക്യാപ്റ്റൻ ഗബ്രിയൽ സക്വാനിയുടെ വാക്കുകൾ ഈ മത്സരത്തിന് പിന്നിലെ വികാരത്തിൻ്റെ ആഴം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ആഫ്രിക്കൻ ഫുട്ബോളിൻ്റെ കരുത്തും യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന പ്രവാസി താരങ്ങളുടെ സാന്നിധ്യവും കോങ്കോയ്ക്ക് ഈ ലോകകപ്പിൽ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കോങ്കോയുടെ മുൻ പ്രതിരോധ താരവും നിലവിൽ ടീമിൻ്റെ കൺസൾട്ടൻറ്റുമായ ഗബ്രിയൽ സക്വാനി BBC റേഡിയോ 5 ലൈവിലെ തൻ്റെ കമൻ്ററി ചുമതലകളിൽ നിന്നാണ് ഈ മത്സരത്തിനായി മാറി നിൽക്കുന്നത്. കൊളംബിയക്കെതിരായ മത്സരത്തിൽ കമൻ്ററി പറഞ്ഞപ്പോൾ തന്നെ ടീമിനോട് അമിതമായി വൈകാരികമായി അടുത്തുപോയെന്നും ഇംഗ്ലണ്ടിനെതിരായ വലിയ മത്സരത്തിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന ബോധ്യമുള്ളതിനാലാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ടോട്ടൻഹാമിലെ പ്രാദേശിക കോങ്കോ കമ്മ്യൂണിറ്റിക്കൊപ്പം ഇരുന്ന് ഈ ചരിത്ര നിമിഷം ആസ്വദിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. 1974 സയർ എന്ന പേരിൽ ലോകകപ്പിൽ കളിച്ചതിന് ശേഷം കോങ്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ലോകകപ്പ് പ്രവേശനമാണിത്. അതിനാൽ തന്നെ ഈ മത്സരത്തിന് രാജ്യം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. യൂറോപ്പിലെ വിവിധ പ്രമുഖ ലീഗുകളിൽ കളിക്കുന്ന പ്രവാസി കോങ്കോ വംശജരെ ഒന്നിപ്പിച്ച് ഒരു ശക്തമായ ടീം കെട്ടിപ്പടുക്കുന്നതിൽ സക്വാനിയും കോച്ച് സെബാസ്റ്റ്യൻ ഡെബ്രാസയും വഹിച്ച പങ്ക് വളരെ വലുതാണ്. പോർച്ചുഗലിനെതിരെ നേടിയ സമനിലയും ഉസ്ബെക്കിസ്ഥാനെതിരെ പിന്നിൽ നിന്ന ശേഷം നേടിയ വിജയവുമെല്ലാം ഈ ടീം ലോകവേദിയിൽ കളിക്കാൻ പൂർണ്ണ യോഗ്യരാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സണ്ടർലാൻഡിനായി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന നോഹ സാദിക്കി, വെസ്റ്റ് ഹാമിൻ്റെ ആരോൺ വാൻ ബിസാക്ക, ന്യൂകാസലിൻ്റെ യോവാൻ ബിസ്ല, ബേൺലിയുടെ അക്സൽ ത്വൻസേബ തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം ഇന്ന് കോങ്കോയുടെ പ്രതിരോധത്തിലും ആക്രമണത്തിലും പ്രധാനികളാണ്. ഇതിൽ പല താരങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കാൻ യോഗ്യതയുണ്ടായിരുന്നവരായിട്ടും തങ്ങളുടെ മാതൃരാജ്യമായ കോങ്കോയെ പ്രതിനിധീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മറുവശത്ത് തോമസ് ടുഹലിൻ്റെ കീഴിലിറങ്ങുന്ന ഇംഗ്ലണ്ട് ടീമിന് ചില വ്യക്തമായ പോരായ്മകൾ ഉണ്ടെന്നും അത് മുതലെടുക്കാൻ കോങ്കോയ്ക്ക് സാധിക്കുമെന്നുമാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രതിരോധത്തിൽ ഊന്നി കളിക്കുന്ന ടീമുകൾക്കെതിരെ ഇംഗ്ലണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ഇംഗ്ലണ്ടിലെ മധ്യനിരയിലെ കരുത്തനായ ജൂഡ് വെല്ലിംഗ്ഹാമിനെ പൂട്ടാൻ സാധിച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ആക്രമണങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ കോങ്കോയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഘാന പുറത്തെടുത്ത മികച്ച പ്രകടനം കോങ്കോയ്ക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. മികച്ച കായികക്ഷമതയുള്ള പ്രതിരോധ നിരയും വേഗതയേറിയ മുന്നേറ്റ നിരയും കോങ്കോയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. വളരെ കഠിനമായ പാതകൾ പിന്നിട്ടാണ് കോങ്കോ ഈ ലോകകപ്പിൻ്റെ നോക്കൗട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്നത്. ആഫ്രിക്കൻ വൻ ശക്തികളായ കാമറൂൺ, നൈജീരിയ തുടങ്ങിയ ടീമുകളെ പ്ലേ ഓഫിൽ പരാജയപ്പെടുത്തിയാണ് അവർ മുന്നേറിയത്. നിരന്തരമായ സമ്മർദ്ദ ഘട്ടങ്ങളെ അതിജീവിച്ച് കളിച്ച പരിചയം ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ടീമിന് തുണയാകും. ഫുട്ബോൾ ലോകം പ്രവചിക്കുന്നതിനേക്കാൾ വളരെ കടുത്ത പോരാട്ടമായിരിക്കും ഇതെന്നും ഇംഗ്ലണ്ടിനെ അട്ടിമറിക്കാൻ തക്ക ശേഷി കോങ്കോയ്ക്ക് ഉണ്ട് എന്നുമാണ് കായിക ലോകം വിലയിരുത്തുന്നത്. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി ചരിത്രം കുറിക്കാൻ കോങ്കോയ്ക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മറ്റൊരു പോരാട്ടത്തിൽ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പലവിധ വിമർശനങ്ങളും ആക്ഷേപങ്ങളും നേരിട്ട ശേഷം ബെൽജിയം തങ്ങളുടെ യഥാർത്ഥ കരുത്ത് വീണ്ടെടുക്കാൻ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 1-5 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കിയാണ് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയത്. ടൂർണമെൻറ്റിലെ തുടക്കത്തിലെ മോശം ഫോമിൻ്റെ പേരിൽ മാധ്യമങ്ങളും ആരാധകരും ഒരുപോലെ വേട്ടയാടിയ ഒരു സംഘത്തെ തിരികെ വിജയ വഴിയിൽ തിരിച്ചെത്തിക്കാൻ കോച്ച് റൂഡി ഗാർഷ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രായമേറിയവരെന്നും ഫോം നഷ്ടപ്പെട്ടവരെന്നും വിളിച്ചെഴുതിയ മാധ്യമങ്ങൾക്ക് കളിസ്ഥലത്തെ പ്രകടനം കൊണ്ട് മറുപടി നൽകിയ ബെൽജിയം ഇനി നോക്കൗട്ടിൽ കരുത്തരായ സെനഗലിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ലോകകപ്പ് പോരാട്ടങ്ങൾ കൂടുതൽ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസിലൻഡിനെതിരായ വൻ വിജയത്തിന് ശേഷവും ബെൽജിയം കോച്ച് റൂഡി ഗാർഷ്യ തികച്ചും അസ്വസ്ഥനായിരുന്നു. ബെൽജിയൻ മാധ്യമമായ ലാ ലിബ്രെ തങ്ങളുടെ സൂപ്പർ താരം കെവിൻ ഡിബ്രൂയനെ ഹോളിവുഡിലെ കാലഹരണപ്പെട്ട നടനോടാണ് ഉപമിച്ചത്. ഇത് കോച്ചിനെ ചൊടിപ്പിക്കുകയും ചെയ്തു. ലോകോത്തര നിലവാരമുള്ള കളിക്കാരെ രാജ്യം ഒപ്പം നിന്ന് പിന്തുണയ്ക്കണമെന്നും മാധ്യമങ്ങൾ അവരെ ഹാസ് ബീൻസ് അഥവാ പഴഞ്ചന്മാർ എന്ന് വിളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗാർഷ്യ തുറന്നടിച്ചു. കെവിൻ ഡിബ്രൂയിനെ, റൊമേലോ ലുക്കാക്കോ, തീബോ കോർട്ടുവ, ലിയനാർഡോ ടൊസാർഡ് എന്നീ 4 നായകന്മാരിലാണ് തനിക്ക് പൂർണ്ണ വിശ്വാസമെന്നും അദ്ദേഹം തെളിയിച്ചു. ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ ടൊസാർഡ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഡിബ്രൂയിനെയും ലുക്കാക്കുവും ചാൾസ് ഡി കെക്ലെയറും ഗോളടിച്ച് ടീമിൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. ടൂർണമെൻറ്റിൽ ഇതുവരെ ബെൽജിയം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്ന് തോന്നുമെങ്കിലും കഴിഞ്ഞ 16 മാസമായി അവർ തോൽവി അറിഞ്ഞിട്ടില്ല എന്ന വലിയ വസ്തുത പലരും മറന്നു പോകുന്നു. റൂഡി ഗാർഷ്യ പരിശീലകനായി ചുമതലയേറ്റ ആദ്യ മത്സരത്തിൽ യുക്രൈനെ തോറ്റതിനു ശേഷം ബെൽജിയം ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ല.
യോഗ്യതാ റൗണ്ടിൽ 29 ഗോളുകൾ അടിച്ചുകൂട്ടി അജയ്യരായാണ് അവർ ലോകകപ്പിന് എത്തുന്നത് പോലും. നിലവിൽ ജെറമി ഡോക്കു, ലുക്കാക്കു, ഡി കെറ്റ്ലയർ എന്നിവരുടെ ഫിറ്റ്നസ് മെച്ചപ്പെടുന്നതും പരുക്ക് മാറി സെനോ സ്റ്റെബാർട്ട് ടീമിലേക്ക് തിരിച്ചെത്തുന്നതും നോക്കൌട്ട് മത്സരത്തിൽ ബെൽജിയത്തിന് വലിയ കരുത്താകും. ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയാൽ USA ഏറ്റുമുട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നിരിക്കെ മുൻപ് മാറിഷ്യോ പൊച്ചനാറ്റിയുടെ US ടീമിനെ 5-2 തോൽപ്പിച്ച ചരിത്രവും ബെൽജിയത്തിനുണ്ട്. പ്രീ ക്വാർട്ടറിൽ ഫിഫ റാങ്കിങ്ങിൽ 18ാം സ്ഥാനത്തുള്ള സെനഗലാണ് ബെൽജിയത്തിൻ്റെ എതിരാളികൾ. ഫ്രാൻസ്, നോർവേ, ഇറാഖ് എന്നിവരടങ്ങിയ കടുത്ത ഗ്രൂപ്പിൽ നിന്നാണ് സെനഗൽ വരുന്നത്. അതിനാൽ അവരെ നിസ്സാരക്കാരായി കാണാൻ റൂഡി ഗാർഷ്യ തയ്യാറല്ല. സെനഗലിൻ്റെ മുഖ്യ പരിശീലകൻ പാപ്പെ തിയാവും ഗാർഷ്യയും തമ്മിൽ ഫ്രഞ്ച് ക്ലബ്ബായ സെൻ എറ്റിനെയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച കാലം മുതലുള്ള അടുത്ത സൗഹൃദവുമുണ്ട്. അന്ന് യുവതാരമായിരുന്ന തിയാവിൻ്റെ കളി കണ്ട് റൂഡി ഗാർഷ്യയാണ് ക്ലബ്ബ് അധികൃതർക്ക് അദ്ദേഹത്തെ ശുപാർശ ചെയ്യുന്നത് പോലും. വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് എന്ന വലിയ വേദിയിൽ പരസ്പരം ഏറ്റുമുട്ടാനെത്തുമ്പോൾ സൗഹൃദങ്ങൾക്കും അപ്പുറം തൻ്റെ സുഹൃത്തിനെ പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് മുന്നേറുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് ഗാർഷ്യ വ്യക്തമാക്കുന്നു. ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന സെനഗലും ഫോമിലേക്ക് ഉയർന്ന ബെൽജിയവും തമ്മിലുള്ള പോരാട്ടം ലോകകപ്പിലെ തന്നെ ഏറ്റവും ആകാംക്ഷാഭരിതമായ മത്സരങ്ങളിൽ ഒന്നായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.